വും സമരാഭാസവും തമ്മിൽ ഉള്ള വ്യത്യാസം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിയേണ്ടത് അനിവാര്യതയാണ്. ജനാധിപത്യ രാജ്യത്ത് പൗരൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം അനിവാര്യമാണ്. എന്നാൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് അവർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നും ഈ സമരം ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. ഞാൻ ഈ രണ്ട് കാര്യം ഇപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും ജനങ്ങൾ വോട്ട് ചെയ്ത് മാറ്റി നിർത്തിയതിന് ശേഷം കേരളത്തിൽ രണ്ട് സമരങ്ങൾ നടത്തി. ഒന്നാമത്തെ സമരം നടത്തിയത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SFI ആണ്. SFI നടത്തിയ സമരം നീറ്റ് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്, ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് മൊത്തം BJPയുടെ നേതാക്കളാണ്. 30 ലക്ഷം രൂപ ക്രമത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിറ്റത് എന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും ശരിയാണ്. പക്ഷേ ഇത് പറയാൻ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് യോഗ്യതയുണ്ടോ എന്ന് അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങന്മാർ ആലോചിക്കേണ്ടതായുണ്ട്. കാരണം SFIയുടെ നിരവധി നേതാക്കന്മാർ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഡോക്ടറേറ്റും ഒരേ സമയം തന്നെ 2 കോളേജിൽ പഠിച്ചതായി 2 ബിരുദമെടുത്തതായി രേഖയുണ്ടാക്കിയവരുമൊക്കെയാണ്. പരീക്ഷാ ഹാളിൽ പോലും കയറാതെ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന SFI നേതാക്കൾ വരെ കേരളത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ പരീക്ഷയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറേറ്റും ബിരുദവും മാസ്റ്റർ ബിരുദവും സർക്കാർ ജോലിയും സമ്പാദിച്ചു കൂട്ടുന്ന SFIക്കാരൻ ആരെ വിഡ്ഢിയാക്കുവാനാണ് ഈ സമരകാഹളമെന്ന് പുനർചിന്തിക്കണം. ഇതാണ് ആ സമരത്തിൻ്റെ പ്രത്യേകത. ധാർമ്മികതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ ഇന്നലെ ഒരു സമരം കണ്ടു. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ പ്രചരണ സമയത്ത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സിൽ യാത്ര അനുവദിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നതാണ് പ്രശ്നം. സംഭവം ശരി തന്നെയാണ്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മന്ത്രിസഭ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല. ഇനി സത്യപ്രതിജ്ഞ ചെയ്താലും ശരി, ഒറ്റയടിക്ക് പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഒരു സർക്കാരുകളും നടപ്പാക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അങ്ങനെ നടപ്പാക്കുമായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ നടത്തിയിട്ടുള്ള ഇലക്ഷൻ പ്രചരണങ്ങളിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 കോടി ജനങ്ങൾക്ക് പ്രതിവർഷം തൊഴിൽ നൽകുമെന്നാണ്. ഇവിടുത്തെ ഏതെങ്കിലും BJP നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കാമോ ഇന്ത്യ മഹാരാജ്യത്ത് 1 ലക്ഷം ആളുകൾക്ക് സർക്കാർ പണി കൊടുക്കുന്നതായി? ഇല്ല. എന്നാൽ ഈ പറയുന്ന കിണ്ടി സംസ്കാരവും പേറി നടക്കുന്ന മഹിളാ മോർച്ചക്കാർക്ക് ഇതുവരെ സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മുടെ ശോഭാ സുരേന്ദ്രനും BJP നേതാക്കളുമൊക്കെ ഒരു പ്രകടനം നടത്തി, ഗ്യാസ് സിലിണ്ടർ തലയിൽ വെച്ചുകൊണ്ട്. അന്ന് ഗ്യാസിന് 450 രൂപയേ ഉള്ളൂ, വിലക്കയറ്റം പറഞ്ഞുകൊണ്ടാണ്. അന്ന് നടത്തിയ പത്രപ്രവർത്തകരുടെ മുമ്പിൽ നടത്തിയ പത്രപ്രസ്താവനയിലും അതുപോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളിലും BJP നേതാക്കൾ പ്രസംഗിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 50 രൂപ വിലയ്ക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുമെന്നാണ്. ഇതുവരെ ഏതെങ്കിലും മഹിളാ മോർച്ചക്കാരി സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പോയി 50 രൂപ ക്രമത്തിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതായി ഞാൻ കേട്ടിട്ടില്ല കഴിഞ്ഞ 15 വർഷക്കാലമായി. എന്നാൽ അന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ലോക മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില 117 നിന്നും $56 ബാരൽ കണക്കിന് മാറി.
അതിൻ്റെ പ്രയോജനം പോലും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഓയിൽ കമ്പനികളായ ബഹുരാഷ്ട്ര കുത്തകകളെ സഹായിക്കുവാനും അവരിൽ നിന്നും കോടികൾ കോഴയായി വാങ്ങുവാനുമാണ് BJP നേതൃത്വം ശ്രമിച്ചത് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഈ മഹിളാ മോർച്ച അമ്മച്ചിമാരുടെ സംഘടനയ്ക്ക് കഴിയാത്തത്? ഇത്തരം സമരാഭാസങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. ഇവരെ തെരുവീഥിയിൽ പുച്ഛിച്ചു തള്ളണം എന്നതാണ് ജനാധിപത്യത്തിന് ശോഭയുണ്ടാക്കുന്നത്. അല്ലാതെ ഇത്തരം സമരാഭാസങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ നാട്ടിൽ സമരങ്ങളുടെ വേലിയേറ്റം മാത്രമേ ഉണ്ടാവൂ, അതും അർത്ഥമില്ലാത്ത സമരങ്ങളുടെ. അതുകൊണ്ട് അർത്ഥമില്ലാത്ത ഇത്തരം സമരങ്ങൾ നടത്തുന്ന കുത്സിത ശക്തികളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും ജനാധിപത്യ ചിന്തകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.